അവന്റെ മേലെ ഒരു കണ്ണു വേണമെന്ന് ഞാൻ പറഞ്ഞു. എന്റെ കണ്ണും തെറ്റി. അപ്പോഴേക്ക് ഇറങ്ങി പോകുന്നു ഞാൻ കരുതിയാ. ആകാശു ആകാശു ആകാശത്തിലേക്ക് നോക്കി വിളിക്കാതെ ഭൂമിയിലേക്ക് നോക്കി. നീ എന്തിനാ എന്റെ പുറകെ തന്നെ കെട്ടിയെടുക്കുന്നത്? നിനക്ക് വേറെ വഴിക്ക് നോക്കി. എടാ അവൻ ഒരാളല്ലേ ഉള്ളൂ. നമ്മൾ രണ്ട് വഴിക്ക് പോയിട്ട് എന്താ കാര്യം? അവൻ ഒരു സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റൂ. ആകാശു ആകാശു ഒന്ന് ഏറ്റു വിളിക്കാൻ നമ്മളെന്താ ശബരിമലക്ക് പോയാ? ആകാശു ആകാശോ ആകാശു ആകാശോ എന്ത് ഈ വീട്ടിലെന്താ ഒരു ബഹളം? ഈശ്വര വന്നേ, ഒന്ന് നിർത്തണേ. സോഡാ ഗ്ലാസ് വെച്ചിട്ട് ഒരു കുട്ടി ഇങ്ങോട്ട് വന്നിരുന്നു. കുട്ടിയല്ല ഇവൻ പട്ടിയാ. ഹാപ്പി ആയിട്ട്. കാപ്പിയല്ല കയ്യിലിരിക്കുന്ന പഴോ. കാപ്പിയൊക്കെ അവര് നേരത്തെ കൊടുത്തു. ഈ ചെറുക്കൻ നിങ്ങളുടെ ആരാ? ആരുമില്ല. പിന്നെ ഇവന്റെ അനിയന എന്നോട് ജനിച്ചപ്പോ മുതല്. ആവൂ അവൻ ഇവിടെ വന്നിട്ട് ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. ഒരു കല്യാണ നിശ്ചയം ചക്കക്കൂട്ടാൻ പോലെ ആക്കിട്ട് അവനിരുന്ന് സുഗന്ധദ്രവളൊന്നും കണ്ടില്ലേ? ആ കല്യാണ പെണ്ണിന്റെ അച്ഛൻ നമ്മുടെ സുരേഷ് ഗോപി സാറിന്റെ അകന്ന ബന്ധുവായതുകൊണ്ട് സാറ് വിളിച്ച് പറഞ്ഞുകൊണ്ട് പോലീസ് കേസായില്ല. എന്നിട്ടും ആ പെണ്ണിന്റെ അച്ഛൻ അതടഞ്ഞു ഇതടഞ്ഞു എന്നൊക്കെ പറഞ്ഞ് രൂപ 5000 നഷ്ടപരിഹാരം ചോദിച്ചപ്പോ പണ്ടാരെ പലിശ എടുത്തിട്ട് ഞാൻ സോൾവ് ചെയ്തത്. വെറുതെ ഒന്നല്ലേ മുതലാളിമാര് നന്നാവാത്തത്. ഓ അവന്റെ ഒടുക്കത്തൊരു മോർണിംഗ് വാക്കിന് പോക്ക്. താനെന്താണ് ഞെട്ടണത്? അല്ല മൊത്തത്തിൽ ഞെട്ടിയിരിക്കുകയാണല്ലോ. ഏത് നേരത്താണാവോ ആ എബ്രാഹിം ലിങ്കിനെ തെറി പറഞ്ഞ് ഓടിക്കാൻ തോന്നിയത്? ഷൂട്ടിംഗ് നടക്കണ എല്ലാ സ്ഥലങ്ങളും ഞാൻ പോയി നോക്കി. എല്ലായിടത്തും ലിംഗം വിളിച്ചു പറഞ്ഞാണ് ആനന്ദക്കുട്ടിന്റെ ആൾക്കാർക്ക് പണി കൊടുക്കരുത്. ആ റെന്റേക്കാരന്റെ ആൾക്കാർ ഇരിക്കപ്പുറത്ത് തരാത്തോണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഈ 3000 രൂപ എന്നൊക്കെ പറഞ്ഞ ഞാൻ എവിടെ നിർത്തി കൊടുക്കാനാ? നിങ്ങൾക്കൊക്കെ 2000-ന് 3000-ന് പ്രശ്നമേ ഉള്ളൂ. എന്റെ കാര്യം അതല്ല. 25,000 നാളെങ്കിലും ആ കയറുപുരി മാല സരസ്വതിക്ക് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ഒരു കഷ്ണം കയറുമ്പോ എന്റെ ജീവിതം തീർക്കും അവര് പറഞ്ഞ്. നിന്റെ ജീവിതം അവരുടെ ജീവിതം. അവരുടെ ജീവിതം അങ്ങോട്ട് പോട്ടറി. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇവിടെ എല്ലാവരുടെ പ്രശ്നം കൊടുത്താ തീരും. പക്ഷെ ആ ഇരുന്ന് ഉറങ്ങുന്നതേ എന്റെ ആ ജീവൻ എന്താ പ്രശ്ന? എന്താ അതിനെ പറ്റി ആരും ഒന്നും പറയാത്ത? കപ്പം കാട്ടി കട്ടൻ കാപ്പി കിട്ടും നിനക്ക്. മനുഷ്യൻ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ കട്ടൻ കാപ്പി. എന്ത് ശാന്തമായ ഉറക്കം. ഏത് ശാന്തമാ? ശാന്തമല്ല ശാന്തത. ശാന്തത കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തത അത് അല്ലടാ. കണ്ട ഉറങ്ങുന്ന നേരത്തെ സായിപ്പിനെ ഡിസ്റ്റർബ് ചെയ്യുന്നതോട് പിടിക്കണല്ല. ഒറ്റക്കുത്തിരി കൊല്ലും ഞാൻ. നീ എന്തിനാ അതിനോട് ദേഷ്യപ്പെടുന്നത്? അതിന്റെ കഷ്ടപ്പാട് നമ്മൾ മനസ്സിലാക്കണ്ടേ? എഴുന്നേക്കുക, തിന്ന, നിന്റെ കാശ് കളയുക, ഉറങ്ങ, പിന്നെ പിറ്റേ ദിവസം രാവിലെ കഷ്ടപ്പെട്ട് വീണ്ടും എഴുന്നേക്കുക, തിന്ന, നിന്റെ കാശ് കളയുക, ഉറങ്ങ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു മനുഷ്യജീവിയില്ല. അതിന്റെ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കണ്ടേ? അതുകൊണ്ടിട്ട് എന്താ ചിരിക്കണേ? ഇത് ഞാൻ പ്രതീക്ഷിച്ചതാ. ചെന്നെടുത്ത് തിന്നെ. അടുക്കളയിൽ നല്ല ജർമ്മൻ ഗഞ്ഞിയും ചമ്മന്തി എടുത്ത് വെച്ചിട്ടുണ്ട്. പോണണ്ടില്ലേ കാറ്റ് പിടിച്ച കിട്ടുവെള്ളം പോലെ. ദൈവദോഷം പറയലടാ. അങ്ങനൊന്നുമില്ല അത് പോകുന്നത്. വസന്ത പിടിച്ച താറാവിനെ പോലെയാ. അധികം സമ്മതിക്കാം. ഈ എന്തെങ്കിലും PPM അത്യാവശ്യമായിട്ട് കാണണം എന്ന് പറഞ്ഞേ. എന്റെ വന്ന സാഹിബിന് വീട് വലിപ്പം പോരാതായോ? അതോ മൂപ്പര് വന്നേക്ക് എന്നെ തിരിച്ചു പോയോ? തിരിച്ചു പോവാ. അതുകൊണ്ടാ കാണണം പറഞ്ഞത്. മൂപ്പര് ഈ ജർമ്മൻ സിറ്റിസൺ ആയതുകൊണ്ട് പെട്ടെന്നായിട്ട് ചെല്ലാൻ പറഞ്ഞു. പോയാ പിന്നെ 1 വർഷം കഴിഞ്ഞിട്ടേ വരൂ. അതുകൊണ്ട് ഞങ്ങൾ ഈ വീട് വിടുക. അൽഹംദുലില്ലാ ഹൈറ്. ആശ്വാസായി. കായ്ക്ക് കായുമായി പോക്കുവരെ ഒന്നിച്ചായി. അപ്പൊ എങ്ങനെയാ പരിപാടി? താക്കോല് വാങ്ങാൻ ഞാൻ എപ്പോഴാ വരണ്ടേ? താക്കോലിപ്പോണ് തരാം അല്ലടാ. ആ പിന്നെ തന്ന 20,000-ന് 1 മാസം വാടക 5000 എടുത്തിട്ട് ബാക്കി 20,000. നിക്ക് ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഈ നോക്കിയാ എന്നെ തിരുത്താൻ വരില്ലേ? മാറിക്കാണ്. അല്ലക്ക ആ കാശ് കിട്ടിട്ട് വേണം. കുറച്ച് പ്രശ്നങ്ങളുണ്ടേ. അനക്ക് കുറച്ചല്ല പ്രശ്നങ്ങളുള്ളൂ. എനിക്ക് കുറച്ചൊന്നും അല്ല പ്രശ്നങ്ങള്. അല്ലെങ്കിലും ചങ്ങായി അനക്ക് ഞാനെങ്ങനെ പൈസ തിരിച്ചു തരാ? നമ്മൾ തമ്മിലുള്ള അഗ്രിമെന്റ് 5 മാസത്തേക്ക് 25,000 റുപ്യ എന്നല്ലേ? 5 മാസം ഞങ്ങളുടെ സാഹചര്യം താമസിച്ചോ? പിന്നെ ഒരു കാര്യം, ഇവിടെ ഒരു ഈറ്റ വേണ്ട, ഒരു പാറ്റ പറയാ ആ വിവരം ഞാൻ അറിയും. എന്റെ പൊന്നിക്ക ഈ കഷ്ടകാലം പിടിച്ചു നിൽക്കുന്ന നേരത്തെ ഇങ്ങനെയൊന്നും പറയല്ലേ. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. നിങ്ങളെ പഠിച്ച സഹായിക്കും. ഇന്ന പഠിത്തം പലവട്ടായിട്ട് സഹായിച്ചതാ 4-5 പെൺകുട്ടികൾ ഒരു ഓലപ്പൊരെ. മനസ്സിലായോ? പിന്നെ ഈ എണ്ണ കാശ് മൊത്തം എന്റെ കയ്യിൽ നിന്ന് ചെലവായി പോയി. അതുകൊണ്ട് നിങ്ങൾ 5 മാസം തേച്ച് താമസിച്ചിട്ട് താക്കോല എന്നാ മതി. അല്ല കാശ് നമുക്ക് വേണ്ട. ഞാൻ പോവാ. അല്ല എന്റെ കുഞ്ഞിക്ക പിന്നെ എന്റെ അനിയൻ സാഹിബിനോട് ഞാൻ അന്വേഷിച്ചെന്ന് പറയും. പിന്നെ ഒരു കാര്യം, ഇവിടെ ഒരു പാറ്റ പറയാ ഞാൻ വിവരാണ്. പടച്ച തമ്പുരാൻ എല്ലാം കൂടി ഇടിഞ്ഞു കൊല്ലു വീണ സൗണ്ടാണല്ലോ കേട്ടെ. ഏത് അബൂജയിലാണ് ഞാൻ അറിയാതെ ഇതിന്റെ ഉള്ളില്? ആരാടാ? അതോ ഏതാണ് ഈ ബ്രീസ്? ഇതാണ് ജർമ്മനിയിൽ ഇമ്പോർട്ട് ചെയ്ത ജീവി. അതോ
ഞാൻ വിചാരിച്ച അണ്ണാദറിന്റെ പ്രതിമ ഇറങ്ങി വന്നതാണെന്ന്. ഈ ഒരു ബാറിൽ ബിസ്ക്കറ്റിന് വേണ്ടിയിട്ടാണ് എന്റെ BP നമ്പറിൽ വിളിച്ചേർത്തി ഈ വീട് മുഴുവൻ കുട്ടിച്ചോറാക്കിയിട്ട് ഊരിന്റെ എല്ലാം പൊട്ടിച്ച്. ഇത് 25,000 ഉറുപ്പ്യയിലൊന്നും ഒതുങ്ങൂല മോനെ. ഇവിടെ ഈ അടുക്കളയിൽ പാറി ഈച്ചെല്ലാം കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ 75,000 ഉറുപ്പ്യെങ്കിലും എനിക്ക് തരേണ്ടി വരും. കഞ്ഞിക്കല്ല പഠിച്ചാലും വിളിച്ചിട്ടും കാര്യമല്ല. 75,000 ഉറുപ്പ്യോട് വെച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി. ഇനി ഒരു ഈച്ച ഇവിടെ മാറുകയാണെങ്കിൽ റേറ്റ് ഇനിയും കൂടും. എന്റെ ഈശ്വര, ഇവൻ എവിടെ കൈവച്ചാലും കാശാണല്ലോ. എടാ ചന്ദ്ര, അവന്റെ ആ ഉദരസഞ്ചിന്ന് യൂറെടുത്തിട്ട് ഈ കങ്കാരുന് എവിടെയെങ്കിലും കൊണ്ടുവന്ന് കളയടാ. എടാ, ഈ എബ്രഹാം ലിങ്കൻ ആരാണെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. ഈ കാണുന്ന മൊബൈൽ ഫോണുകളാടാ മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത്. അറിയോ നിനക്ക്? ഞണ്ണല് നിർത്തി ജർമ്മൻ ടൂറോ കൊണ്ട് സിനിമ നിർമ്മിക്കാൻ പോയിട്ടിപ്പോ ഞണ്ണാങ്കതിയില്ലാതെ എന്റെ ചെരുപ്പ് വെക്കാൻ വന്നിരിക്കുന്നു. തെണ്ടികള്. നീയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ പോണ പടത്തിന്റെ പേരെന്താ? താരം. എന്താ? ജൂനിയർ ആർട്ടിസ്റ്റ് ആണ് താരം. എന്നാ ഇപ്പൊ കേട്ടോ, പ്രൊഡക്ഷൻ കൺട്രോളറാണ് താരം. നീയല്ല, മലയാള സിനിമയിലെ സൂപ്പർ താരങ്ങളെ വരെ ഈ വൈറ്റ് ആൻഡ് വൈറ്റും മൊബൈൽ ഫോണുകളും കൊണ്ട് കൺട്രോൾ ചെയ്യുന്ന ഞാൻ. ഡാഡി ഫോൺ. മോളെ അത് എടുക്കാനുള്ള ഫോണല്ല, നമ്പർ കൊടുക്കാനുള്ള ഫോണാ. സാറിനെ പോലെ തന്നെ സുന്ദരിയായ വെള്ളക്കുട്ടി. മോളുടെ പേരെന്താ? മോക്ക് പേരില്ല. മുട്ട കഴിക്കുന്ന തിരക്കിനിടയിൽ ഇടാൻ മറന്നതാ. നീ മിണ്ടിപ്പോരുത്. ആരെയാണ് അവിടെ ചില്ലിട്ട് വെച്ചിരിക്കുന്നത്? എന്റെ കൂടെ വന്നവരാ, ജനലിന്റെ അപ്പുറത്താ. ഓ, നിന്റെ കയ്യിലിരിപ്പ് ഇതാണെങ്കിൽ അവരെ ശരിക്കും ചില്ലിട്ട് വെക്കേണ്ടി വരും. സാറേ. ഹായ് നിമ്മി. നീ മിണ്ടിപ്പോരുത്. ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. സാറ് ഞങ്ങളുടെ ദൈവ. ഈ കുട്ടേട്ടന്റെ ഇടയ്ക്ക് എങ്ങനെയാ ആരാ എന്താന്ന് നോക്കാതെ എന്തെങ്കിലുമൊക്കെ പറയും. അത് ദേഷ്യം കൊണ്ടല്ല, ഈ അപസ്മാരം പോലത്തെ രോഗമെന്നാ ഡോക്ടർമാര് പറയണത്. ഡോക്ടർമാർക്ക് അപസ്മാരമായിട്ട് തോന്നും, എനിക്കിത് അഹങ്കാരമായിട്ടാ തോന്നണത്. ഈ അഹങ്കാരവും ഗൂർക്കമ്പലിയും ദൂരെ നിന്ന് നോക്കിയാൽ മനസ്സിലാവത്തില്ല, അടുത്തിട പഴകുമ്പോഴേ മനസ്സിലാവൂ. പാൽക്കഞ്ഞി കൽക്കണ്ട വിട്ടോടി. അത് പ്രത്യേകിച്ച് പറയണോ ചായ? ചേച്ചി, പ്ലീസ് ചേച്ചി, ഞങ്ങളുടെ കാര്യം ഒന്ന് സാറിനോട് പറയോ. ജീവിക്കാൻ വേറെ ഗതിയില്ലാത്തോണ്ടാ. അതെ ചേച്ചി, ചേച്ചിയും പണ്ട് ഇവളെ പോലെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വന്നതല്ലേ. അപ്പോഴല്ലേ എംബോക്ക് കയറി, അല്ല സോറി, സാറ് കയറി. മതി മതി, ഞങ്ങൾ പ്രേമിച്ചതും കല്യാണം കഴിച്ചതും അത് ഇനി നീ ഇവിടെ വിളമ്പി സുഖിപ്പിക്കണ്ട. നീ പോയ താടകട കാല് വീട്ടി. ചേച്ചി പ്ലീസ് ചേച്ചി, ഞങ്ങൾ കയ്യോടെ. എന്താ കുട്ടി കാണിക്കുന്നത്? പ്ലീസ് ഇച്ചയ, ഈ പ്രാവശ്യത്തേക്ക് മാപ്പ് കൊടുത്തേക്ക്. ഇനി അവരങ്ങനൊന്നും ചെയ്യില്ല. ഇവറ്റകൾക്ക് മാപ്പ് കൊടുക്കണോ സോപ്പ് കൊടുക്കണോ ഞാൻ തീരുമാനിക്കും. ഈ പ്രൊഡക്ഷൻ കൺട്രോളർ എബ്രഹാം ലിങ്കൻ തീരുമാനിക്കും. മനസ്സിലായോടി? മനുഷ്യ, കൺട്രോളിംഗ് കൊണ്ട് എന്റെ അടുത്ത് കുറച്ച് ചാടിയാലുണ്ടല്ലോ. ഈ ആരോഗ്യം വെച്ച് നിങ്ങളുടെ കൺട്രോളിംഗ് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇതുപോലുള്ള കൺട്രോളിംഗ് ഒക്കെ അങ്ങ് ലൊക്കേഷനിൽ മതി. ഇവിടെ കൺട്രോൾ ചെയ്യണതേ ഞാനാ പറയുന്നത്. നാളെ തന്നെ ഇവരെല്ലാരും തിരിച്ചെടുത്തരും. അത് ഞാൻ നിന്റെ അടുത്ത് അങ്ങോട്ട് പറയാൻ വരെയായിരുന്നു. മതി ചലച്ചത്. നിങ്ങൾ എല്ലാവരും നേരെ ലൊക്കേഷനിലേക്ക് ചെല്ല്. ജോലിയും കൂലിയും ഒക്കെ അവിടെ കാണും. താങ്ക് യു ചേച്ചി. ചേച്ചിയാണ് മലയാള സിനിമയുടെ ഐശ്വര്യത്തിന്റെ ചേച്ചി. എവിടെ ചേച്ചി ലൊക്കേഷൻ? ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കും മനുഷ്യ. പൊട്ടിത്തെറി. പൊട്ടിത്തെറിയാ? അതെ, മാർക്കറ്റിലെ പൊട്ടിത്തെറി. ഫൈനൽ റിഹേഴ്സൽ ആൻഡ് ടേക്ക്. ബാബുരാജ്, ജിപ്സി കറക്റ്റ് ആയിട്ട് ഓടിച്ച് പമ്പിനുള്ളിലേക്ക് വരണം. ഓക്കേ സാർ, ഓക്കേ. പമ്പിലേക്ക് ജിപ്സി കയറുന്നതും ബ്ലാസ്റ്റ് നടക്കണം. ബ്ലാസ്റ്റിനോടൊപ്പം ക്രൗഡ് ചിതറി ഓടണം. ആക്ഷന് തന്നെ ക്രെയിൻ അപ്പ്. ഓക്കേ, ഗെറ്റ് റെഡി. ആകാശ് മോൻ ഇവിടെ തന്നെ ഇരിക്കണം കേട്ടോ. ചേച്ചി ഈ ഷോട്ട് കഴിഞ്ഞ് ഇപ്പൊ വരാം. മോൻ ഒരു പ്രശ്നം ഉണ്ടാക്കരുതേ. നമ്മൾ കറക്റ്റ് സമയത്ത് എത്തുന്ന ആൾക്കാരില്ലേട്ടാ. ശരി, ഞാൻ തിരിച്ചു വിളിക്കാം. 7 മണി കോൾ ഷീറ്റിന് ഇപ്പോഴാണോ കയറി വരുന്നത്? അത് സാറേ, ഇവനെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് പൊട്ടിക്കുന്നത് ഇവിടെയല്ലേ? അതിനു മുൻപ് ഇതാരും ഇവന്റെ തലയിലിട്ട് പൊട്ടിച്ചത്. അതൊരു വലിയ കഥയാണ്. കഥ എഴുതാൻ നീ ആര്? MTO ലോഹിദാസോ? ദേ, പിന്നൊരു കാര്യം പറഞ്ഞേക്കാം. ഇന്നലെ എന്റെ വീട്ടിൽ നടന്ന പൊട്ടിത്തെറി ഇവിടെ എങ്ങാനും കൊണ്ട് വിളമ്പിയാ? ഇല്ല സാറേ, ഒരിക്കലും ഇല്ല. നമ്മള് കുടുംബക്കാരാകുമ്പോ പല നമ്മള് കുടുംബക്കാരാ. ദൈവമേ, ഇതെവിടെ എത്തിയ എന്റെ ആറ്റുകാൽ ഭാസ്കര. അങ്ങനെ ഒരു ദൈവം ഇല്ല, ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും. നീ എന്തിനാ എന്നെ കെട്ടിയെടുത്ത്? ഞാനല്ല, ആ സുന്ദരേട്ടനാ. സുന്ദരേട്ടൻ ആ തെണ്ടിക്ക് ഇവിടുത്തെ 125 രൂപ ബാറ്റ് അവന് കാവലിരിക്കുന്നതിന് അവിടെ കൊടുക്കാൻ പറഞ്ഞല്ലേ? എവിടെയാണ്?
ദാ പമ്പിന്റെ പുറകിൽ ഇരിപ്പുണ്ട്. സാരില്ല, ഇപ്പൊ ഞാൻ പറയണതൊക്കെ അനുസരിക്കുന്നുണ്ട്. കണ്ടില്ലേ മിണ്ടാതിരിക്കണത്, പാവം. വിളിക്കുന്നത് കേട്ടില്ലടോ? ഇവിടെ വായി നോക്കി നിൽക്കാതെ അങ്ങോട്ട് ചെല്ലടോ. ഞാൻ ഈ തലയും വെച്ച് അവിടെ നിൽക്കണോ സാർ? എന്നാ ഈ തല വെക്കണ്ട, വല്ല എരിമേരെ പോത്തിന്റെ തല എടുത്ത് വെച്ചോ. അതാകുമ്പോ ഈ ബോഡിക്ക് നന്നായിട്ട് ചേരും. പോയി നിൽക്കടോ പോത്തെ. ഞങ്ങൾ റെഡി ആട്ടോ. എന്തോ പ്രൊഡ്യൂസർ സാർ ഈശ്വരൻ വാരിക്കോരി തരട്ടെ. என்ன சேஷனா எல்லாம் ரெடி இல்ல? எல்லாம் ரெடியானா? 3 സ്ഥലത്തും പെട്രോൾ പമ്പ് வெச்சிருக்கு. 2 கேமரா. ஆமா எல்லாம் கரெக்ட்டா வெச்சிருக்கு. சுவிட்ச் போட்டா போதும், வெடிச்சிடும் சார். டேய் என்னடா பண்ண போற? ஐயோ! ബാഗ് തൊട്ടിയ തായത് തായത് കഴുത്ത് വരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയില് ഹാന ചവിട്ടിന്ന് പറഞ്ഞ പോലെ. നീ നിന്റെ തലയാണ് ഉദ്ദേശിച്ചത്. ചിരിക്ക്, അങ്ങനെ നന്നായിട്ട് ചിരിക്ക്. നിന്റെ ഒടുക്കത്തെ ചിരി കാണുമ്പോ എന്റെ പുന്നാരനിയായി ചേട്ടന് കുളിര് പോരുക. മോനെ ആകാശ, നിന്റെ ഈ ചിരി ഞങ്ങൾക്കൊരു ആവേശമോ? പണിയും പോയി പട്ടിണി എടുക്കുമ്പോ നിന്റെ ഈ ചിരി പുഴുങ്ങി തിന്ന് ഞങ്ങക്ക് വയറ് നിറക്കാല്ലേ? ചിരിക്കടാ ചിരിക്കടാ, പൊട്ടി പൊട്ടി ചിരിക്കടാ. മതി എല്ലാരും കൂടി ഒരു മിണ്ടാപ്രാണിയെ കളിയാക്കിയത്. നമ്മളെപ്പോലെ വകതിരിവുണ്ടായിരുന്നെങ്കിൽ ഇതെങ്ങനെയൊക്കെ ചെയ്യോ? നീ മിണ്ടരുത്. നിന്റെ വകതിരിവാണല്ലോ കണ്ടത്. വീട്ടിൽ നിന്ന് സാധനത്തെ ലൊക്കേഷൻ കൊണ്ടൊന്നും പോരാ. ഞാൻ നോക്കിയിരുന്നതാ. ആ നേരത്തെ ഷോട്ടിന് വിളിച്ചതുകൊണ്ടാ. കുട്ടേട്ടനുണ്ടായിരുന്നല്ലോ, നോയിക്കൂടായിരുന്നോ? വാട്ടർഫ്ലൈ എന്നാ കൂടെ പറഞ്ഞങ്ങോട്ട് പൊക്കോ. മര്യാദയ്ക്ക് ചുരുട്ടുകുട്ടി ചവിട്ടി പുറത്തെറിഞ്ഞ ഒന്ന് നിർത്തണുണ്ടോ? കുറെ നേരായി. കരിപുരണ്ട ജീവിതങ്ങളൊക്കെ ഇങ്ങോട്ട് ഇറങ്ങും. ഓ, ഇതിലിപ്പോ ആരാ ആനന്ദക്കുട്ടൻ? ആ, മിസ്റ്റർ ആനന്ദക്കുട്ടന്റെ മൊബൈലിൽ വിളിച്ചപ്പോ സ്വിച്ച് ഓഫ്. കാണേണ്ട ഇമ്പോർട്ടന്റ് കാര്യമുള്ളതുകൊണ്ട് ഞാൻ നേരിട്ട് ഇങ്ങോട്ട് വന്നു. ഫോണിന്റെ ബാറ്ററി കരിഞ്ഞുപോയി. പിന്നെ അതുപോലത്തെ വേറെ അനിയന്മാരെ ഏതെങ്കിലും രാജ്യത്ത് പ്രസവിച്ചിട്ടുണ്ടോ എന്റെ അമ്മ? മനസ്സിലായില്ല. മനസ്സിലായില്ല? ഞങ്ങൾ ഈ കോലത്തിൽ പുകഞ്ഞിട്ട് സാറൊന്നും മനസ്സിലായില്ല. ഇതൊന്നും മേക്കപ്പ് അല്ല സാറേ, ഒറിജിനലാ. സാറ് കൊണ്ടുവന്ന ഈ പൊന്നാരനിയൻ ക്ലൈമാക്സ് പൊട്ടിക്കേണ്ട ബോംബ് ഇന്റർവെല് പൊട്ടിച്ചു. പിന്നെ പേടിപ്പിക്കില്ലടോ. അതോടെ ഞങ്ങളുടെ ലൈഫിന്റെ ക്ലൈമാക്സ് തീർന്നു. എന്തായാലും സാർ കറക്റ്റ് സമയത്തൊന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിക്കണ്ടല്ലോ. വലിയ ഉപകാരം. സാർ ചെല്ല്. ഞങ്ങൾ ഈ പാവ ഇന്ത്യക്കാർ വല്ല കൂട്ടാത്മഹത്യൊക്കെ ചെയ്ത് ജീവിച്ചോളാം. അല്ലടാ, അപ്പൊ ഞാൻ ഊഹിച്ച പോലെ ഈ അനിയൻ നിങ്ങൾക്കൊരു ബാധ്യതയാണെന്ന് അർത്ഥം. ബാധ്യതയല്ല, ആറ്റം ബോംബ്. ഇവരാണോ സാറേ ഈ ജർമ്മനിയിലെ ബെർലിൻ മതിൽ പൊളിച്ചത്? ആ ആറ്റം ബോംബിനെ വല്ല ആഫ്രിക്കയിലോ അന്റാർട്ടിക്കയിലോ എവിടെയെങ്കിലും കൊണ്ടിട്ട് പൊട്ടിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ട് ട്രാവൽ ഏജൻസി? അങ്ങനെ ഒരു സാധ്യതയെ കുറിച്ച് സംസാരിക്കാനാ ഞാനിപ്പോ വന്നിട്ടുള്ളത്. എന്തായാലും സാറേ, എന്തായാലും അയാൾ ഇന്ത്യൻ പൗരനായിട്ടില്ല. ഇതുപോലെ ഒരാളെ അങ്ങനെ ആക്കാൻ ഒരുപാട് നൂലാമാലകളുണ്ട്. ഇതിപ്പോ അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇതോടെ നിങ്ങളുടെ പ്രശ്നങ്ങൾ തീരുകയും ചെയ്യും. 14 റീൽ ഓടിക്കാതെ വേഗം ക്ലൈമാക്സ് പറ സാറേ. അതായത് അയാൾ വന്നിട്ടുള്ള ജർമ്മനിന്നാണല്ലോ, അങ്ങോട്ട് തന്നെ അയാളെ തിരിച്ചയക്കുക. അവിടെ അയാളെ ഏറ്റെടുക്കാൻ, എന്ന് വെച്ചാൽ ദത്തെടുക്കാൻ ഒരു മലയാളി ഫാമിലി തയ്യാറാണെന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അവർക്ക് അയാളെ അവിടെ വെച്ച് ചെറുപ്പം മുതലേ അറിയാത്രേ. ഇങ്ങനെ ഒരുത്തിന് അവർക്ക് എന്തിനാ? സാധാരണ കുട്ടികളല്ലേ ദത്തെടുക്കാറ്? അവര് ജർമ്മൻകാരല്ലേ, നമ്മൾ ഇന്ത്യക്കാർക്ക് ഇതൊന്നും അറിയില്ലല്ലോ. ഞങ്ങളുമായി ബന്ധപ്പെട്ട മിസ്റ്റർ സാമുൽ ഐസക് അവിടുത്തെ ഏറ്റവും വലിയ കോടീശ്വരനായ മലയാളിയാ. ലൈഫ് ലോങ് നിങ്ങളുടെ അനിയന്റെ കാര്യം അവിടെ സേഫ് ആയിരിക്കും. അക്കാര്യം ഞങ്ങളുടെ കമ്പനി ഗ്യാരണ്ടി തരാം. മിസ്റ്റർ ആനന്ദക്കുട്ട ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി. ഞാൻ വൈകിട്ട് വിളിക്കാം. അല്ല സാറേ, ഒന്നിന്നേ. സംഗതി ലൈഫ് ലോങ് അവന്റെ കാര്യം സേഫ് ആയിരിക്കും. പക്ഷെ ഈ ഏട്ടൻ നിലയിൽ എന്റെ കാര്യം ഇവിടെ സേഫ് അല്ല. അവൻ കാരണം എനിക്ക് ലക്ഷക്കണക്കിന് രൂപ നഷ്ടമുണ്ട്. അതെനിക്ക് കിട്ടണം. അത് മാത്രം കിട്ടുന്ന കാര്യം നമ്മുടെ ജോലി വരെ പോയില്ലേ, അതിനൊരു നഷ്ടപരിഹാരം ഉണ്ടാവണ്ടേ? അപ്പൊ ഞാൻ പറയാല്ല, എല്ലാവരും കൂട്ടി ഒരു സാറേ ഞാൻ പറയാം. പറയാൻ വരട്ടെ, ഒന്നുകൂടി ഒന്ന് ആലോചിച്ചു. ഇനി എന്തൊട്ട് ഇത്ര ആലോചിക്കാൻ സാറേ? ഏതാണ്ടൊരു 2, 3, 4, 5, 6, 7, 8, 9, 10 ലക്ഷം രൂപ എനിക്ക് കിട്ടണം. എത്രയെന്ന്? 10 ലക്ഷമെങ്കിലും മതിയല്ലടാ. ഓക്കെ, ഈ കാര്യം ഞാൻ അവരെ അറിയിക്കാം. പണത്തിന്റെ കാര്യത്തില് അവര് വില്ലിങ്ങാവുന്നാണ് എന്റെ ധാരണ.
പക്ഷേ ഇത്രയും വലിയ തുക. എത്ര വലിയ തുക? സാറല്ലേ പറഞ്ഞ അയാളോടത്ത് കോടീശ്വരന്ന്. ഇത് അയാൾക്ക് മൂക്കപ്പടി വാങ്ങിക്കാനുള്ള കാശേ ഉള്ളൂ. സാറ് പറഞ്ഞാ മതി, അല്ലെങ്കിൽ ഞങ്ങൾ അവനെ വിട്ടു തരുന്നില്ല. ഒന്നുമില്ലെങ്കിൽ അവൻ എന്റെ അനിയനല്ലേ. എനിക്ക് നല്ല വിഷമമുണ്ട് അല്ലടാ. ഉണ്ട് ഉണ്ടോ? എന്തായാലും അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ട് ഞാൻ വിവരം അറിയിക്കാം. അല്ല സാറേ, ഇനിയിപ്പോ ഈ കാശിന്റെ കാര്യത്തിൽ അല്ലറ ചില്ലറ അഡ്ജസ്റ്റ്മെന്റുകൾക്ക് വേണമെങ്കിൽ ആവാട്ടോ. ഈ വക കാര്യത്തിൽ എന്റെ മനസ്സലി, ഞാനൊരു മനുഷ്യനല്ലേ അല്ലടാ. അല്ലടാ ആണ്. എന്റെ കാര്യം എന്തിനാ ഞാൻ വേറെ ആളോട് ചോദിക്കണേ അല്ലടാ. ശരി, ഞാൻ നിങ്ങളെ വിളിച്ചോളാം. അല്ലെ സാറേ, ഏതെങ്കിലും പേപ്പറിൽ എപ്പോ ഒപ്പുണ്ടെന്ന് വെച്ചാൽ അപ്പം ഇങ്ങോട്ട് വിളിച്ചാൽ മതി. ഈ ഫോൺ ഇന്ന് മുതൽ ഫുൾ ടൈം ഓൺ ആക്കി വെക്കും. എവിടെ എന്റെ പുന്നാരനിയൻ? എനിക്ക് കെട്ടിപ്പിടിച്ചൊരു മോഡണം. ഞാൻ അന്നേ പറഞ്ഞില്ലേ അവൻ ജർമ്മനിയിൽ നിന്ന് വന്ന പച്ചക്കുതിരയാണെന്ന്. നീ അങ്ങനെ പലതും പറഞ്ഞാണ്, എനിക്കതൊക്കെ ഓർത്തിരിക്കാൻ പറ്റും. എന്റെ ഇങ്ങോട്ട് വാ കുട്ടി. നീ അകത്ത് ചെന്ന് നമ്മുടെ പച്ചക്കുതിരക്ക് വല്ല വെക്കൂല പുല വല്ല മുതിര പഴംപുരി എന്തെങ്കിലും പുഴിഞ്ഞുണ്ടാക്കി കൊടുക്കുമോളെ. ആകാശോ കേട്ടോടാ ഐശ്വര്യത്തിന്റെ സംഗീതം. ഈ ശുദ്ധ സംഗീതം ശ്രമിച്ച് ഈ ജർമ്മൻ സംഗീത സാഗരത്തിൽ തീർത്ത് നമുക്ക് അല്പസമയം വിശ്രമിക്കാം. ഹലോ, അതെ, നിങ്ങളാരാ? ക്ലിന്റനോ? നിങ്ങളെന്താ ആളെ കളിയാക്കണോ? ഒരാൾ എബ്രഹാം ലിങ്കൺ, ഒരാൾ ക്ലിന്റൺ. ഇതെന്താ അമേരിക്കൻ പ്രസിഡന്റുമാരൊക്കെ സിനിമ പിടിക്കാൻ ഇറങ്ങിയിരിക്കാ? നശിപ്പിച്ചല്ലോ. അതാ പ്രൊഡക്ഷൻ കൺട്രോളിൽ ക്ലിന്റൺ പെരേരയാ. എല്ലാം കൂടെ പൊട്ടിത്തെറിച്ച് ഷൂട്ടിൽ നിന്നപ്പോ നിങ്ങളുടെ കാശിന് വേണ്ടി ഞങ്ങളുടെ ഫിലിം പെട്ടി യൂണിറ്റ് അംഗങ്ങളെയൊക്കെ പിടിച്ചു വെച്ചില്ലേ? അതിനൊരു നീക്കുപോക്കുണ്ടാക്കാൻ ഞാൻ അയാളോട് ഇങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞതാ. 2-3 ദിവസമായല്ലോ താൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ പടച്ചോമാരെയും വിളിച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് ഈ നേരം വരെ ഒരു പടച്ചോന് എന്റെ ലോഡ്ജിന്റെ പൈസ കൊണ്ടും തന്നില്ലല്ലോ. എടോ കൺട്രോളറെ, തന്റെ ആൾക്കാർ ഇവിടെ കിടന്നുറങ്ങിയതിന്റെ കാശ് കിട്ടാതെ തന്നെയും വിടൂല, തന്റെ പെട്ടിയും ഞാൻ വിടൂല. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഏത് നേരത്താണാവോ സ്വന്തം ഫോൺ ബില്ല് അടയ്ക്കാൻ പോലും ഗതിയില്ലാത്ത ആ പ്രൊഡ്യൂസറുടെ പടം തന്നെ എടുത്ത് തലയിലേറ്റി വെക്കാൻ എനിക്ക് തോന്നിയത്. ഇപ്പൊ വരാവേ. എല്ലാം കൂടെ പണ്ടാരം അടങ്ങാനായിട്ട് പിന്നെ അവനെ കെട്ടിയെടുത്തോ? എന്താണോ അരയില് ബെൽറ്റ് ബോംബും കെട്ടിവെച്ചാണോ വരവ്? എന്നാൽ എന്നെ കൊന്നേക്ക്. ഞാൻ ആരും കൊല്ലാൻ വന്നൊന്നല്ല. പിന്നെ തിന്നാനാണോ? തനിക്കറിയോ, തന്റെ അരബുദ്ധി അനിയൻ കാരണം 3 ദിവസമായി തീറ്റയും കൂടി മുട്ടിയിട്ട്. എന്റെ മാത്രമല്ല 10-30 ഉണ്ട് ഓരോ മുറിയിലായിട്ട്. ആ അനിയൻകാരനുണ്ടായ നഷ്ടം ആ അനിയൻ തന്നെ അങ്ങോട്ട് പരിഹരിച്ച പ്രശ്നം തീരുമല്ലോ. ആ പ്രൊഡ്യൂസർക്ക് വന്ന നഷ്ടത്തിന്റെ വകയിലേക്ക് 2 ലക്ഷം. കള്ളനോട്ടൊന്നും അല്ല സാറേ, നല്ല ജർമ്മൻ യൂറോ മാർക്കറ്റ് കാശാ. മാതാവേ, ഇതിലെന്തോ കൺഫ്യൂഷൻ ഉണ്ടല്ലോ. സത്യം പറഞ്ഞ് യാത് ബാങ്കാ കൊള്ളയടിച്ചത്? അപ്പം തിന്നാ പോരെ, തന്റെ പേട്ട് തല കുഴിയിലിട്ട് നോക്കണോ? തന്റെ കോപ്പം പ്രൊഡ്യൂസറോട് പറഞ്ഞേക്ക്. ഈ ആനന്ദക്കുട്ടം വിചാരിച്ചാൽ ഇതുപോലത്തെ ഒരുപാട് 100ന്റെ കെട്ടുകൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന്. പിന്നെ ഇതും കൊണ്ട് വല്ല 5 സ്റ്റാർ ഹോട്ടലിലെ സൂട്ട് റൂമിൽ പോയി വെള്ളമൊടിച്ച് കളയാതെ പണിയെടുക്കുന്ന പാവപ്പെട്ട തൊഴിലാളികൾക്ക് വീതിച്ചു കൊടുക്കാൻ പറ. 2 ലക്ഷം. 2 lakhs.